61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കോഴിക്കോട് തിരി തെളിയുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. ഇന്നത്തെ ആ ഒരു പരിപാടിയുടെ ക്രമം, ഇന്ന് പ്രധാനപ്പെട്ട വേദികളിൽ എന്തൊക്കെ നടക്കും എന്നുള്ളത് ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലേ. ഇന്ന് എപ്പോഴാണ് ആ ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ ഒരുക്കിയിട്ടുള്ളത്? അതായത് അല്പസമയത്തിനുള്ളിൽ 8:30 ജീവൻ ബാബു അത് പതാക ഉയർത്തും. 10 മണിയോടുകൂടി മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കലോത്സവ വാർത്തയിലേക്ക് പോയതിനു ശേഷം മടങ്ങിയെത്തും. 7 വർഷത്തിന് ശേഷമാണ് കലാമാമംഗത്തിന് കോഴിക്കോട് ആതിഥ്യമേകുന്നത്. ഇനിയുള്ളത് താളമേള വാദ്യഘോഷങ്ങളാൽ മുഖരിതമായ 5 ദിനരാത്രങ്ങൾ. 24 വേദികളിലായി 239 ഇനങ്ങൾ, മാറ്റുരയ്ക്കുന്നത് 14,000 പ്രതിഭകൾ. മത്സരവേദികൾക്ക് സാഹിത്യത്തിലെ ഭാവനാ ഭൂപടങ്ങൾ അടങ്ങിയ പേരുകൾ. ഓരോ വേദിയിലേക്കും ഗൂഗിൾ മാപ്പ് വഴി കാണിക്കും. പ്രധാന വേദി വെസ്റ്റ് ഹിൽ വിക്രം മൈതാനി. 10,000 ആളുകൾക്ക് കലാമത്സരങ്ങൾ കാണാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിലാണ് കലോത്സവ നഗരി സജ്ജമാക്കിയിട്ടുള്ളത്. മന്ത്രി വി ശിവൻകുട്ടി ദിവസങ്ങളായി കോഴിക്കോട് തങ്ങി മേൽനോട്ടം വഹിക്കുന്നു. പഴയിടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിലാണ് ഊട്ടുപുര പ്രവർത്തിക്കുക. പാലക്കാട് നിന്ന് വിളംബര ജാഥയുടെ അകമ്പടിയിൽ സ്വർണ്ണക്കപ്പ് കോഴിക്കോട് എത്തിച്ചു. മാനാഞ്ചിറയിൽ പ്രദർശിപ്പിച്ച കലാകിരീടം കാണാൻ എത്തിയത് ആയിരങ്ങൾ. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയിൽ മോഹിനിയാട്ടത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. കലയുടെ കേളികൊട്ടുയരാൻ സാമൂതിരിയുടെ മണ്ണിൽ ഇനി മണിക്കൂറുകൾ മാത്രം. കോഴിക്കോട് ഇനി 5 ദിവസം ഗന്ധർവ നഗരമായിരിക്കും. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.